അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ നിയമസഭകളിൽ സാധാരണഗതിയിൽ ഏറ്റവും ആവേശകരമായ ഒരു കാര്യമായിരിക്കുമല്ലോ. നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിൽ ഇങ്ങനെ തറഞ്ഞിരിക്കും. കാരണം അത്രയ്ക്ക് ഗംഭീരമായ പ്രസംഗങ്ങളൊക്കെ ആയിരിക്കും, വളരെ ആവേശം ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ വിഷയമാണെങ്കിൽ നോക്കൂ, പോലീസിൻ്റെ അതിക്രമമാണ്. പോലീസിൻ്റെ അതിക്രമം രാഷ്ട്രീയം സംസാരിക്കുന്ന ഏത് നാട്ടിലാണെങ്കിൽ തന്നെയും, പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും ആവേശകരമായിട്ട് സംസാരിക്കപ്പെടുകയാണ് രാഷ്ട്രീയക്കാരാൽ ചെയ്യുക. പ്രത്യേകിച്ചും നിയമസഭയ്ക്കകത്താണെങ്കിൽ അത് വളരെയേറെ ഡാറ്റയാലും മറ്റും സമൃദ്ധമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ആവേശകരമായിട്ടൊരു ഫീൽ ഉണ്ടായില്ല എന്നത് വസ്തുതാപരമാണല്ലോ, എല്ലാവരും സമ്മതിക്കും. എനിക്ക് തോന്നുന്നു ബിന്നിലും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഇപ്പോൾ വി ഡി സതീശൻ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് പോലീസിനെ ഇങ്ങനെ കയറൂരി വിടരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അതുണ്ടായിരുന്നു. ആ ഒരു ഫീൽ, അതായത് നമ്മൾ പുറത്ത് നിന്ന്, പ്രത്യേകിച്ചും ഈ കുന്നംകുളം സ്റ്റേഷനിലെ ഈ സംഭവം വിഷ്വൽസ് കണ്ട മുഴുവൻ ആളുകളും ആകെപ്പാടെ ബേജാറായി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് ഈ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അയാൾക്ക് കിട്ടിയ തല്ല ആരും അറിയില്ലായിരുന്നു. ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് മാത്രമാണല്ലോ ഈ സംഭവം നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത എത്ര ആളുകളെ പോലീസ് ഇങ്ങനെ തല്ലിയിട്ടുണ്ടാകും? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതൊരു പൊതുപ്രവർത്തകനാണല്ലോ, ആ നാട്ടിൽ അറിയപ്പെടുന്നൊരു പൊതുപ്രവർത്തകനെയാണല്ലോ ഈ തല്ലുന്നത്. അപ്പോൾ പൊതുപ്രവർത്തകന് ആ ഒരു ആധികാരികതയും പവറുള്ള ഒരാൾക്ക് ഇതാണ് തല്ല് കിട്ടിയതെങ്കിൽ, സാധാരണക്കാരായ ഒരാൾക്ക് ഈ പവറും അധികാരവും ഇല്ലാത്ത ഒരാളാണ് അങ്ങോട്ട് ചെല്ലുന്നെങ്കിൽ എന്തായിരിക്കും കിട്ടുക എന്ന ബേജാറ് ആളുകൾക്കുണ്ടാകും. എന്ന് മാത്രമല്ല, ഇതൊരു അത്യാവശ്യം തരക്കേടില്ലാത്ത ശരീരമുള്ളൊരു ചെറുപ്പക്കാരനാണല്ലോ സുജിത്ത്. അദ്ദേഹത്തിന് മേലെ അടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സമരവും കേസും ഒക്കെ ആയിട്ട് നടത്താൻ അദ്ദേഹത്തിന് ബാക്കി ജീവിതവും അദ്ദേഹത്തിൻ്റെ യൗവനവും ശരീരവും ഒക്കെ ബാക്കിയുണ്ട്. ഒരു പാവപ്പെട്ട സാധാരണ മനുഷ്യൻ ഈ പോലീസുകാരുടെ കയ്യിൽ ഇങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന ബേജാറുള്ള ആളുകൾക്ക് മുന്നിൽ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഈ വലിയ ഇഷ്യൂ അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അത് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച ആളുകൾ, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവേശകരമായിട്ടില്ലെങ്കിലും സത്യസന്ധമായിട്ട് അവരത് അവതരിപ്പിച്ചു. ഒരു പ്രതിപക്ഷം എന്താണോ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യേണ്ടത് അത് ഫ്ലോറിൽ അവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്.